ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളങ്കവാൽ മൂവി കാണാൻ പോകണം. ഇന്നലെ കാണാൻ പോകും ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോകണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ കാണാൻ പോകാൻ പറ്റില്ല. നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതുക്കാണ് നമുക്ക് പോകാനേ പറ്റില്ല. പക്ഷേ ഞാൻ ഇന്നലെ പോസിറ്റീവ് റെസ്പോൺസ് കണ്ട ഉടനെ തന്നെ നമ്മൾ പറഞ്ഞാൽ ബുക്ക് ചെയ്ത് 10:45 ഷോയ്ക്ക് PVR ഫോറമാൾ PXL സ്ക്രീനിൽ. അമ്മേ ചത്തില്ല ഭാഗ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. സമയം ഇപ്പോൾ 10:30 അടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓവർ ഹൈപ്പറായിട്ട് പോകാൻ കാണാൻ പറ്റുന്നൊരു പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ വരുന്ന പറയണ കേട്ടിട്ടും ഓരോന്ന് അതിൽ കണ്ടിട്ടൊക്കെ ഉള്ള ഇതുണ്ടല്ലോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ മമ്മൂക്കയുടെ അങ്ങനെ നെഗറ്റീവ് റോഡിൻ്റെ പടം എൻ്റെ അറിവിൽ ഞാൻ കണ്ടില്ല. ചിലപ്പം മറ്റേ ഇപ്പം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലപടങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അത് തന്നെ സംഭവം. അപ്പം തന്നെ നമുക്ക് പോവാം. ഞാൻ ഇന്നലത്തിട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ ഫേസ്ബുക്കൊന്നും നോക്കിയില്ല. ഫേസ്ബുക്ക് അവിടെ നോക്കിയോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയ എന്താ പറയുക സ്പോയിലർ അതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ വെറുതെ ആ ഒരു ഹൈപ്പ് പോകുന്ന വിചാരിച്ച് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഭാഗ്യത്തിന് ഒറ്റത്തെണ്ടികളും നാറുകളും ചെറ്റകളും ഇതിൻ്റെ ചില മെയിൻ ഷോട്ടുകളൊക്കെ എടുത്ത് റീലിടുന്ന ചില സ്വഭാവമാണ്. അതൊന്നും ആരിട്ടില്ല. എന്തോ ഭാഗ്യം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഫോറമാളിലേക്ക് പോകാം. ഇപ്പോൾ 10:30 നമുക്ക് 10:45 പടം തുടങ്ങും. നേരെ പോയിട്ട് നമുക്ക് കണ്ടിട്ടും വന്നത് എന്തായാലും നമുക്ക് പോവാം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഇത്ര ഓവർ ഹൈപ്പഡാകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒരു മൂവി കാണാൻ പ്രാന്തുള്ള അടുത്തന്നെ, അതുകൊണ്ടാണ് ഇത്ര ഓവർ എക്സൈറ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ഫോറമാൾ എത്തിയിട്ടുണ്ട്. 10:40 പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റേ പരസ്യമൊക്കെ കഴിയുമ്പോൾ ഒരു 19-55 തോന്നുന്നു തുടങ്ങാൻ നേരത്ത്. എന്തായാലും വി ആർ ഗോയിങ് ഇൻസൈഡ്. ഒന്നുമില്ല ചേച്ചി, അതൊന്ന് കണ്ട ഇതൊക്കെ തരുന്നു. അതിനെ തന്നെ പോകുന്നു. അയ്യോ പോലെ ലിഫ്റ്റ് വന്നപ്പോൾ തന്നെ കിട്ടി. സെക്കൻഡ് ഫ്ലോർ ലിഫ്റ്റ് വന്നപ്പോൾ തന്നെ കിട്ടിയതുകൊണ്ട് എത്ര നല്ല സുഖം. സെക്കൻഡ് ഫ്ലോറിൽ പോയി ഇറങ്ങാൻ അവിടെ നടക്കാം. 10:39 ഇവിടുത്തെ ക്ലോക്കിൽ 10:39 ആയാലും. ലിഫ്റ്റ് പോട്ടെ. സെക്കൻഡ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എത്തി. ഇവിടെ നടന്ന് അങ്ങനെ പോയാൽ മതി. സിമ്പിൾ. പക്ഷേ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. സിനിമ 10:45 എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അല്ലേ വരുന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മമ്മൂക്കക്കായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അത്ര കാഴ്ച പടം കണ്ടിട്ടില്ല നിങ്ങൾ ആയിരിക്കും. പക്ഷേ ഞാനത് കണ്ടില്ല. എന്തോ അതെനിക്ക് കാണാനുള്ള ഒരു ഇതില്ല. നമുക്ക് കാണണമെന്നുള്ള തോന്നുന്ന സാധനങ്ങളൊന്നും വന്നില്ല. അത് കാരണം അത് കണ്ടില്ല. ബാക്കി അത്യാവശ്യം പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറങ്ങിയ പടം എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ് റോളിൽ വരുന്ന എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണിത്. എന്താണെന്നുള്ളത് പോയി നോക്കാം. നമുക്കൊക്കെ അത്ര ഹൈപ്പിലൊക്കെ പറയല്ലേ, വിനായകൻ്റെയൊക്കെ പീക്ക് പെർഫോമൻസ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാൻ കോശി എന്താവുന്നത്. പിന്നെ ഞാൻ മമ്മൂക്കയുടെ പടം ഫസ്റ്റ് തിയേറ്ററിൽ പോയി കാണുന്ന പടം എന്ന് പറഞ്ഞാൽ പഴശ്ശിരാജൻ. അത് നമ്മുടെ 8-ലോ 9-ലോ എന്തോ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ഷെയർ ഇട്ടിട്ട് അങ്ങനെ പഴശ്ശിരാജ് പോയി കണ്ടത്. അന്നാണ് 40 രൂപ എങ്ങനെ ഉണ്ട്. 40 രൂപ ബാൽക്കണി, 35 രൂപ സാധാ ടിക്കറ്റിന് എന്തോ ആയിരുന്നു. അല്ല 25 രൂപ സാധാ ടിക്കറ്റിന്, 30 രൂപ ബാൽക്കണി, അങ്ങനെ എന്തോ ആയിരുന്നു. അതാണ് പോയി കണ്ടതൊക്കെ. അതാണ് പോയി കണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മമ്മൂക്ക പടം എന്ന് പറയുന്നത് പഴശ്ശിരാജ. വേറെ ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുനാളിൽ അങ്ങനെ തിയേറ്ററൊന്നും വിടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഭയങ്കര തിയേറ്റർ എന്തൂസിയാസ്റ്റ് ആയത്. എന്തായാലും നമ്മൾ ഫോറമാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരെ ചെന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്തു നേരെ പടത്തിൽ കയറുന്നു. മുതലാളി അവിടെ ലെക്സിലൊന്നും ഉണ്ടെന്ന് പറയാനായിട്ട്. ഇറങ്ങുമ്പോഴത്തേക്കും കാണാം. തിയേറ്ററിനകത്ത് സ്ക്രീൻ 4 ആണ്, F14 ആണ് എടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ അകത്തേക്ക് ചെല്ലട്ടെ. പടം കണ്ടു ഇറങ്ങി. എൻ്റെ അമ്മോ എന്തോന്ന് പടം. ഇതിനകത്ത് മമ്മൂക്കയും വിനായകനും തമ്മിൽ മത്സരിച്ച് അഭിനയിക്കുന്നുണ്ട്. അമ്മമാര് സാധനങ്ങൾ രണ്ടെണ്ണം മത്സരിച്ച് അഭിനയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പ്രസ് മീറ്റിലോ എൻ്റെ ട്രെയിലർ ലോഞ്ചിൽ ഓഡിയോ ലോഞ്ചിൽ എന്തൊരു സംഭവം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്, വിനായകൻ എന്ന് പറഞ്ഞ സംഭവം. വിനായകൻ അത്ര അപ്രിസിയേഷൻ ചെയ്തിട്ട് ഇതിനകത്ത് അങ്ങനത്തെ ഒരാളാണ് വേണ്ടത്. സീരിയസ്ലി പറഞ്ഞില്ല, അങ്ങനത്തെ ഒരാളെ കിട്ടിയാലേ കറക്റ്റായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മമ്മൂക്ക എന്നൊരു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ആൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര ഡീറ്റെയിൽസ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ നിൽക്കുന്നത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ പൊന്നോ എന്തോന്ന് പടം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതായത് ഞാനൊക്കെ എക്സ്പെക്ട് എനിക്കൊക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ ഇഷ്ടമുള്ള പടം എന്ന് പറയുമ്പോഴത്തേക്കും ഇടി ആട്ടി വെട്ടി വെച്ച് കുത്ത് അങ്ങനെയൊക്കെയുള്ള പടമൊക്കെ ഇഷ്ടം. പക്ഷെ അങ്ങനെ ബാക്കിയുള്ള പടം ഇഷ്ടം അല്ല എന്നല്ല. അങ്ങനത്തെ പടമൊക്കെ എനിക്ക് മമ്മൂക്കയിൽ നിന്ന് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനമൊക്കെ അങ്ങനെ ഭയങ്കര മസാലപ്പടം പേടി മമ്മൂട്ടി ഭയങ്കര മാസമായിട്ടുള്ള സംഭവമൊക്കെ അല്ലേ. പക്ഷേ ഇന്നത്തെ ഞാൻ പറഞ്ഞു വരുന്ന മാസം ഇല്ലെന്നല്ല, മാസമുണ്ട്. രണ്ടുപേരും ഈക്വലിയായിട്ട് നിൽക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ
വിനായകൻ എന്ന് പറയുന്ന ഒരാളുടെ ആക്ടിങ്ങും മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടിങ്ങും ഏകദേശം ഒരേ കമ്പാരിസൺ വരുന്നത് രണ്ടാൾക്കാർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആൾക്കാർ. അപ്പോൾ അതുപോലെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ വേറെ ലെവലിൽ നിൽക്കുന്നവർ. അപ്പം നമുക്ക് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി കാണും ഇതുപോലത്തെ വിനായകനെ കൊണ്ട് ഞാൻ കട്ടായി അടിച്ചു. അല്ലാണ്ട് വേറെ ആളെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനകത്ത്, അതായത് വിനായകൻ ചെയ്ത ക്യാരക്ടറിനകത്ത് വേറെ ആരും പ്ലേസ് ചെയ്യാൻ നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും പറ്റത്തില്ല അങ്ങനത്തെ. പിന്നെ BGM കിടിലം BGM. നമുക്കൊക്കെ വരാൻ നേരത്തുള്ള ചെറിയ BGM ഒക്കെ ഉണ്ട്. എന്ത് BGM ആണ് എന്തോ, അതൊക്കെ കറക്റ്റ്. എന്നാൽ അങ്ങനത്തെ ഒരു ഇതിലോ അങ്ങനത്തെ സ്ലോ ഫേസിലോ അങ്ങനെ പോകുന്നൊന്നുമല്ല, അതിനോട് ചേർന്ന് അതിനോട് ആപ്റ്റായി പോകുന്ന സാധനങ്ങളാണ്, പക്കായിട്ട് പോകുന്ന സാധനങ്ങളാണ്. എന്താ പറയുക, ആക്ടിങ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അതിനകത്ത് കൂടെ അഭിനയിച്ചിരിക്കുന്നത്. അധികം ആൾക്കാർ കൂടെ അഭിനയിച്ചിട്ടില്ല എന്നല്ല, നായികമാരൊക്കെ ഉണ്ട്. നായികമാരൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ആൾക്കാർ മാത്രമേ കൂടുതൽ നേരം നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വന്ന് ഇതായിട്ട് പോകുന്നതാണ്. പിന്നെ അല്ലാണ്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് നല്ല ക്യാരക്ടറിസ്റ്റിക് ആയിട്ട്, അത് നന്നായിട്ട് തോന്നിയ ഒരു നായിക എന്ന് പറയാനായിട്ട് എന്തുവാ അങ്ങനെ ഒരാളെ തോന്നിയിട്ടില്ല. എല്ലാവരും ഈക്വൽ ഈക്വൽ ഇതാണ്. അപ്പം എല്ലാവരും ആ ഒരു ഇതിനായിട്ട് പോകുന്ന ആൾക്കാരാണ് എല്ലാവരും. നായികമാരെന്ന് അവരുടെ രീതിക്കുള്ള അഭിനയം കാഴ്ചവെക്കാൻ പറ്റത്തുള്ളൂ. നായികമാരുടെ കാര്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നായികമാരല്ലല്ലോ ഇതിനകത്ത് ഇമ്പോർട്ടൻസ്. അതിനകത്ത് രണ്ട് മെയിൻ, വിനായനും മമ്മൂട്ടിക്കാണല്ലോ മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അവരുടെ നല്ല കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ കാണിച്ചു തരേണ്ടത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലും ഞാൻ കണ്ടതിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഇതൊക്കെ. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് രണ്ടുപേരും എന്താ പറയുക, ഒരു ഒരേ മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്കാർ, ഒരേ ഇതിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പം പല ആൾക്കാർക്കും ഞാൻ ഇപ്പം കേട്ടൊരു സംഭവമാണ്, പല ആൾക്കാർക്കും എൻഡിങ്ങിലോട്ട് വരുമ്പോഴത്തൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് നമ്മൾ ചില സീൻസ് വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് സിനിമ പോയി കഴിഞ്ഞാൽ അതിലൊരു ഗുമ്മില്ല. നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ അപ്പുറം പോകുമ്പോഴത്തേക്ക് അതിൽ കാര്യം വരുന്നുള്ളൂ. എന്നാലേ ഒരു സിനിമ വിജയിക്കുള്ളൂ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പൈസ മുടക്കി സിനിമ കാണുന്നതിന് എന്ത് ഇതാണ് കിട്ടുന്നത്, ഒരു ഇതും കിട്ടുന്നില്ല. സോ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതികൾക്കും പോകുമ്പോഴത്തേക്കാണ് അവിടെ ട്വിസ്റ്റുകൾ വരുന്നത്. അപ്പോഴാണ് സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഒരു സീൻസിനകത്ത് നമ്മൾ വിചാരിക്കും ഇപ്പം പോവും, ഇന്നപോലെ നടക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിക്കുന്നതും നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതിൻ്റെ ആ പോയിന്റ് എത്തുമ്പോഴും ഉൾട്ടടിച്ച് തിരിഞ്ഞിട്ടാണ് എന്താ പറയുക, കാര്യങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഇതാണ് അതിനകത്തുള്ളത്. അതാണ് ഒരു സിനിമയുടെ വിജയം, അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ വിജയം എന്ന് പറയുമ്പോൾ. നിങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് ഇതേ ഒരു ചിന്താഗതി വന്നിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക, നമ്മുടെ എക്സ്പെക്റ്റേഷൻസിന് വിപരീതമായിട്ട് സംഭവിക്കുമ്പോഴേ അവിടെ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇതെന്താണ്, ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ, എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെന്നൊക്കെ തോന്നും. ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മയിലാണ് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു വിജയം വരുന്നത്. വെറുതെയാണ് മമ്മൂട്ടി കമ്പനി പടം ചെയ്തത്. മമ്മൂട്ടിക്ക് അറിയാം എന്താ എവിടെ എങ്ങനെയാണെന്നുള്ള കാര്യം. പുള്ളിക്ക് നല്ല വിഷനുണ്ട്. ഇത്രയും വർഷമായിട്ട് സിനിമയിലിരിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. സീരിയസ്ലി ഇത് പറഞ്ഞാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണേണ്ട പടം. നമുക്ക് ഫോണിലോ TV-ലോ കണ്ടെങ്കിൽ അത്ര സുഖിക്കില്ല. ഇത് OTT വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും ഇതൊന്നും ഇത്ര ഗുമ്മിക്കൊണ്ട് വെച്ച്, ഇതൊന്നും ഒരു തേങ്ങയില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. അവർ തിയേറ്ററിൽ കാണാത്ത ആൾക്കാരാണ് പറയുന്നത്. സീരിയസ്ലി നിങ്ങൾ തിയേറ്റർ മസ്റ്റ് വിസിറ്റാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖിക്കില്ല. എന്നാലേ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടത്തുള്ളൂ. സോ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞൊരു റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളും തിയേറ്ററിൽ വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയ രീതിക്കുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്നറിയാം. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സിനിമ കാണേണ്ട ഒരു ഇത് പോകും, സ്പോയിലറായിപ്പോൾ. സത്യം സ്പോയിലറായിപ്പോൾ. സോ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ.